എനിക്കൊരു മോനാണ്. അവൻ ഇപ്പോൾ കൊപ്പ ഷോറൂമിൽ മാനേജറായി വർക്ക് ചെയ്യുന്നു. ഞാൻ രജനി, മണ്ണമ്പറ്റയിൽ താമസിക്കുന്നു. 10 ബിയിലാണ് പഠിച്ചിരുന്നത്. 2 മക്കൾ, വിനീത, ഗോകുൽ. മൂത്തോള് B.Ed ഇംഗ്ലീഷ് ചെയ്യുന്നു. രണ്ടാമത്തെ ആള് ITC ചെയ്യുന്നു. എൻ്റെ മേജർ ടീച്ചറുടെയും പത്മിനി ടീച്ചറുടെയും അഭാവം നല്ല വിഷമമുണ്ട്. അവിടേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ 2 പേരുടെ കമ്മി നല്ലപോലെ ഉണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. ഇപ്പോഴത്തെ വരുന്നതിന് മുമ്പ് ചെറിയൊരു അനുഭവം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചു എനിക്ക് വരാൻ പറ്റില്ല, എൻ്റെ ഒഫീഷ്യലായിട്ടുള്ള കാരണം കൊണ്ട് എനിക്ക് ഇവിടെ എത്താൻ പറ്റില്ല എന്ന് ഇതുണ്ടായിരുന്നു. അപ്പോഴാണ് മിഞ്ഞാന്നത്തെ ഈ വാട്സപ്പാണ് ഇതിനെല്ലാം കാരണം, അത് നമ്മളെ ഈ ഒത്തുചേരലിനെല്ലാം കാരണം. അപ്പോൾ മിഞ്ഞാന്ന് വിജയുടെ ഒരു പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ പത്മനാഭൻ മാഷയെ കാണാൻ പോയി. അപ്പോൾ പത്മനാഭൻ മാഷ് പറഞ്ഞു, എൻ്റെ കുട്ടികളുടെ കാര്യം കഴിഞ്ഞിട്ടാണ് വേറെ എന്ത് കാര്യമുള്ളൂ, എനിക്ക് ഒഴിച്ചു വെച്ചിട്ടാണ് എന്ത് കാര്യമുള്ളൂ. അതിനുശേഷം രാമൻകുട്ടി മാഷ പോസ്റ്റ്, അതായത് രാമൻകുട്ടി മാഷ് തിരുവനന്തപുരത്ത് വരുന്നു. അങ്ങനെ ഓരോ ടീച്ചേഴ്സിൻ്റെ പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റിയില്ല, എൻ്റെ മനസ്സ് അതിനെ അനുവദിച്ചില്ല. അതിപ്പോൾ ഞാൻ വിളിച്ച് എന്ത് തിരക്കുണ്ടെങ്കിൽ തന്നെ ഞാൻ അവിടെ എത്തും. അപ്പോൾ ഓഫീഷ്യലായിട്ട് എനിക്ക് പെർമിഷൻ എടുക്കേണ്ട ആവശ്യമില്ല, പക്ഷേ ഹൗസ് വൈഫിനോട്, അതായത് ഹോം മിനിസ്റ്ററോട് പെർമിഷൻ എടുക്കണം. അപ്പോൾ പുള്ളിക്കാരത്തോട് ഞാൻ പോട്ടെ ചോദിച്ചു. ഓക്കെ, ബിക്കോസ് ഐ ഹാവ് എ കിഡ്സ് ആൻഡ് ആൾ ദോസ് തിങ്. സോ അപ്പോൾ പറഞ്ഞു ഓക്കെ പൊക്കോളൂ പറഞ്ഞു. ഇമീഡിയറ്റ്ലി ഓഫീഷ്യലി ഒരു ടൂർ ഇട്ടു കോയമ്പത്തൂർക്ക്. അവിടുന്ന് ഇവിടെ ഞാൻ അനിയോട് തന്നെ ഞാൻ പറയുകയും ചെയ്തു, ഞാൻ ഓഫീഷ്യലായിട്ട് കോയമ്പത്തൂർ വന്നിട്ട് ഇവിടേക്ക് വരാമെന്നുള്ളത്. അങ്ങനെയാണ്. അപ്പോൾ രാവിലെ ഒരുങ്ങുമ്പോൾ, ഇന്ന് രാവിലെ വരുമ്പോൾ പല ഇതുണ്ട്. ഞങ്ങൾ പുറത്താവുകൊണ്ട്, കേരളത്തിൽ നിന്ന് പുറത്താവുകൊണ്ട് പല വേഷങ്ങളും എല്ലാം നടക്കും. അപ്പോൾ രാവിലെ ചോദിച്ചു ഒരു ടീഷർട്ടും, അതായത് കാഷ്വലായിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചോദിച്ചു ഈ 40 വയസ്സായല്ലോ, അപ്പോൾ കാഷ്വലായിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കും ഞാൻ ഈ ബാച്ചിലെ ആളല്ല എന്ന് ചെറുതായിട്ട് തോന്നും. അപ്പോൾ അത് ഒഴിവാക്കി. പിന്നെ പറഞ്ഞു ഒഫീഷ്യലായിട്ട് വന്നപ്പോൾ ഫോർമലാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഫോർമലിലിട്ടു. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ബ്ലേസർ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. എൻ്റെ ബാച്ചിൻ്റെ സമയത്തായിരുന്നു ഇവിടെ കാട്ടൂർ സ്കൂളിൽ ഫസ്റ്റ് ടൈം യൂണിഫോം ഇൻട്രൊഡക്ഷൻ ചെയ്തത്. അപ്പോൾ യൂണിഫോം ഇൻട്രൊഡക്ഷൻ ചെയ്യുമ്പോൾ അന്ന് ഒരു മെറൂൺ ആയിരുന്നു. അന്ന് ഞാൻ 10ാം ക്ലാസ് വരെയും ട്രൗസർ ഇട്ടിരുന്നത്, പലർക്കും അറിയാം. അപ്പോൾ ഒരു മെറൂൺ ഷർട്ടായിരുന്നു, മെറൂൺ ട്രൗസറും ക്രീം ടീഷർട്ടാണ് ഫസ്റ്റ് ടൈം ഇൻട്രൊഡക്ഷൻ ചെയ്തത്. അപ്പം ഞങ്ങളുടെ ബാച്ചിലായിരുന്നു. ഒരുപാട് വീട്ടിൽ വാശി പിടിച്ചതിന് ശേഷമാണ് അത് കിട്ടിയത്. അപ്പം എൻ്റെ ഒരു വാശി അതിൻ്റെ ഒരു ടൈം വേണമെന്ന്. ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഓർമ്മ ഉണ്ടായിരിക്കും ആ സംഭവം. ഒരു ടൈം വേണം പറഞ്ഞു. അപ്പോൾ ശാന്ത ടൈലേഴ്സാണ് ടൈയൊക്കെ ഈ ഷർട്ടൊക്കെ തിന്നുന്ന ആള്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ ടൈയിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവൾക്കത് തുന്നാൻ അറിയില്ല, അവർക്കത് തുന്നാൻ അറിയില്ല. അപ്പം ഞാൻ അതിൻ്റെ ഒരു ചിത്രം വരച്ചു കൊടുത്തു, ഒരു ഇതെങ്ങനെയാണ് പറഞ്ഞിട്ട്. എന്നിട്ട് ഫസ്റ്റ് ഡേയിൽ കുറച്ച് ലേറ്റായിട്ട് ആ ടൈം ഇട്ട് മംഗലാങ്ങുന്നത്, എൻ്റെ വീട് മംഗലാവുന്നതാണ്, മംഗലാന്ന് മുതൽ കാട്ടുവെള്ളം വരെ വന്നു. എല്ലാവരും നോക്കിയിരുന്നു ഇതേതാ പുതിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളൊക്കെ തുടങ്ങിയത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇവിടെ വന്നപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിലെ ഏറ്റവും നല്ല സുഹൃത്താണ് എൻ്റെ, ഇപ്പം മാഷാണ്. പക്ഷെ ഭയങ്കര വീതിയായിരുന്നു അവൻ, അജിത് കുമാർ. അത് പറ്റിച്ചു. ഈവനിങ്ങിൽ വീട്ടിലെത്തിയപ്പോൾ അതോടെ എൻ്റെ ആ മോഹം നിന്നു. അപ്പം നമ്മളെ 27 വർഷത്തെ ഈ പീരിയഡിലെ പല അനുഭവങ്ങളും, പല പുറത്തു നിന്ന് പല സ്ഥലങ്ങളിലും സഞ്ചരിച്ച പല അനുഭവങ്ങളും ഞങ്ങൾക്ക് ഷെയർ ചെയ്യാണ്ട്, പക്ഷേ സമയപരിമിതി മൂലം വാട്സപ്പ് എന്ന ഒരു മാധ്യമത്തെ നന്നായി ഉപയോഗിക്കാൻ വേണ്ടി എല്ലാവരോടും പറയുന്നു. അത് ടീച്ചേഴ്സും ഉപയോഗിക്കുകയാണെങ്കിൽ മറ്റുള്ള പല പോസ്റ്റിങ്ങിനേക്കാളും കൂടെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പോസ്റ്റിംഗ് നിങ്ങൾക്ക് ഇടാൻ കഴിയുമെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനെ 2-3 കൊല്ലം അത് കാർത്തിയാൻ ടീച്ചറെ ഒരുങ്ങുമ്പോൾ എപ്പോഴും ഇതുവരെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഭൂമി ഗോളമാണോ അതോ ഇതാണെന്ന്. എന്നിട്ട് ടീച്ചർ ഒരു വട്ടം വരയ്ക്കും, എന്നിട്ട് അതിൻ്റെ ഒരു ഡോട്ട് ഇടും, ഇതാണ് ഭൂമി, ഉരുണ്ടതാണെന്ന് തെളിയിക്കുന്നത് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ പല അനുഭവങ്ങളും ഉണ്ട്. രാമട്ടി മാഷിക്ക് അറിയാത്ത ഒരു കാര്യമുണ്ട് ക്ലാസ്സിൽ, അതൊന്ന് പറഞ്ഞോട്ടെ. എന്താ വെച്ചാൽ ക്ലാസ്സിൽ ഞങ്ങളെല്ലാം വില്ലന്മാരായിരുന്നു കുറച്ച് പേര്. ഞാൻ, പോലീസ് സുധീഷ്, ഞങ്ങളൊരു പ്രശാന്ത്, അവരെല്ലാവരും ഉണ്ടായിരുന്നു, അനി, ഇവരെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ ഈ സ്റ്റഡി പീരീഡ് എന്ന് പറയുന്നത് ഞങ്ങൾ ചിലപ്പോൾ മുങ്ങാറുണ്ട്. അത് മാഷ്ക്ക് അറിയില്ല എന്ന് അറിയും. ഞങ്ങൾ മുങ്ങിയിട്ട് എന്ത് ചെയ്യുന്നത്, ഇത് അവിടെ മാങ്ങയുടെ സമയത്ത് മാങ്ങ പറിക്കാൻ പോകും. അപ്പോൾ പലപ്പോഴും മാഷ്, അതായത് താഴത്ത് 5ാം ക്ലാസ് ആണോ എന്താണോ അറിയില്ല, ഞങ്ങൾ ബാക്കിലായിരിക്കും, ആ കാട്ടിൽ ഇതായിരിക്കും. അപ്പോൾ മാങ്ങ പറിക്കണമെങ്കിൽ 2 പേരെ ആളാക്കണം, ഒരു സൈഡിലും 2 സൈഡിലും. മാഷ് ഇവിടെ വരുമ്പോഴേക്കും ഒരാൾ കയറും, മാങ്ങ പറിക്കാൻ താഴത്ത് ഇറങ്ങുമ്പോഴേക്കും മാങ്ങ പറിച്ച് കയറുമ്പോഴേക്കും ഞങ്ങൾ 2 സൈഡിൽ നിന്നിട്ട് ഇൻഫർമേഷൻ എടുത്താൽ മാഷ് വരുന്നു പൊക്കോ പറഞ്ഞു. അങ്ങനെയുള്ള പല അനുഭവങ്ങളും ഉണ്ട്. കമ്മിങ് ടു മൈ ഫാമിലി, ഞാൻ പൂനെയിലാണ് സെറ്റില്.
എൻ്റെ ഒരു വൈഫ് ജസ്റ്റ് ഫോർ ജോബ്സ് ഓക്കെ പുള്ളിക്കാരത്തി ക്രെഡിറ്റ് സ്വിസ് എന്നുള്ള കമ്പനിയിൽ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്നു. മൈസെൽഫ് ഐ എം വർക്കിംഗ് ആസ് എ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഫോർ വൺ MNC. പിന്നെ 2 മോനാണ്. ഫസ്റ്റ് മോൻ 5th സ്റ്റാൻഡേർഡിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ സെക്കൻഡ് മോൻ 1st സ്റ്റാൻഡേർഡിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഒരു സാമൂഹ്യ പ്രവർത്തനാണ് അവിടെ. മലയാള ഭാഷയുടെ കണിക്കൊന്ന എന്നുള്ള ഒരു സംരംഭം കേരള ഗവൺമെൻറ് ഓർഗനൈസ് ചെയ്തിട്ടുള്ള അതിനെ മലയാളി സമാജത്തിലൂടെ ഞങ്ങൾ മലയാള ഭാഷ ഞങ്ങൾക്ക്, ഞാൻ മലയാളം പറയുന്നത് ചിലപ്പോൾ ശരിയായിരിക്കില്ല, പക്ഷെ ഞങ്ങൾ അതിനെ ടീച്ചർക്ക് ട്യൂഷൻ എടുക്കേണ്ടി വരും. അപ്പോൾ മലയാള ഭാഷ അതേപോലെ തന്നെ ഞങ്ങൾക്കൊക്കെ വലിയൊരു സംഭവങ്ങളാണ്. ഓണം പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കാരം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്കൊന്നും കിട്ടാൻ ഉള്ളാത്ത ഗുരു ശിഷ്യ ബന്ധമാണ് നമ്മൾ തമ്മിൽ. അതൊന്നും എനിക്ക് തോന്നില്ല ഞങ്ങളുടെ ജനറേഷൻ, ഞങ്ങളുടെ മക്കളുടെ ജനറേഷനിലൊന്നും നമുക്ക് ഈ സംഭവങ്ങളൊന്നും പറ്റില്ല. എന്നുവെച്ചാൽ ഇന്നത്തെ റിലേഷൻഷിപ്പ് അങ്ങനെയല്ല, അന്നത്തെ മാതിരിയല്ല. അപ്പോൾ എല്ലാവർക്കും അറിയുന്നത് ഇതാണ്. സമയം തന്നില്ല നന്ദി. ഇനിയും ഞാൻ മറ്റു മാധ്യമങ്ങളിലൂടെ കണക്ട് ചെയ്യാൻ ശ്രമിക്കാം. എന്ത് സഹായം സ്കൂളിന് വേണമെങ്കിൽ എന്നെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളെല്ലാം ഞാൻ എത്തിക്കാൻ തയ്യാറാണ്. താങ്ക് യു. അത്യാവശ്യം ഞാൻ അജയ് കുമാർ എന്നാണ് പേര് സ്കൂളിൽ ഒഫീഷ്യലായിട്ട്. ഇവിടെ അടുത്ത് തന്നെ വീട്. എൻ്റെ കൂട്ടുകാരി വൈഫ് വന്നിട്ടുണ്ട്, ശ്രീകല, ശ്രീനാഥ്, ശ്രീജിത്ത്, 2 ആൺകുട്ടികൾ കടമ്പൂർ സ്കൂളിൽ ജോലി ചെയ്യും. എൻ്റെ പേര് സുരേഷ്. 10 ഏഴ് പഠിച്ചിരുന്നത്. 2 കുട്ടികളുണ്ട്, 3 ആളുണ്ട്. ഒരാൾ വന്നിട്ടില്ല കേട്ടോ, ഒരാൾ വന്നിട്ടില്ല. നല്ല പേര് അനാമിക. നമസ്കാരം, എൻ്റെ പേര് രാധാകൃഷ്ണൻ. ഞാൻ ഈ സ്കൂളിൽ തന്നെ ഒരു പാട്ട് മാസ്റ്റർ എന്ന മകനാണ്. ഞാനിപ്പോൾ പഞ്ചിക്കോട് വർക്ക് ചെയ്യുന്നു. MNC കമ്പനിയിൽ സെയിൻറ്റ് ഗോവിന്ദ് എന്നുള്ള പേരിൽ. വൈഫ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ എല്ലാവരും തമാശ പറഞ്ഞ മാതിരി നമുക്ക് ഒരുപാടുണ്ട്, പക്ഷേ എല്ലാവരും സമയം പലവരും പലതും പറയാനുള്ളതിനല്ലേ ചുരുക്കി പറയുന്നു. ഇത് ഈ പറഞ്ഞ മാതിരി നിങ്ങൾ ശരി ലഞ്ച് ബ്രേക്കിൽ ഞങ്ങളൊരു 5-6-7 പേരുണ്ടാവും. ഒരു ഗ്യാങ്ങാണ്. അങ്ങനെ ആ ഗ്രൗണ്ടിൽ ലാസ്റ്റിൽ പോയി നിൽക്കും. എന്നിട്ട് ബാക്കിലുള്ള കപ്പ, അങ്ങേ തൊടിയിലെ ചക്ക, ഇതൊക്കെയാണ് ഞങ്ങളുടെ പരിപാടിയില്ലേ. അപ്പോൾ ഒരു ദിവസം ആ ബാക്കിലുള്ള മതിൽ പൊളിച്ചിട്ട് ചക്ക മേലെ എറിഞ്ഞു വീഴും. ഒരു പഴുത്ത ചക്ക അവിടെ കൊത്തി നിന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എറിഞ്ഞു വീഴ്ത്താണ്. അപ്പോഴാണ് ഈ ഇപ്പോഴത്തെ പാചകപ്പുരയുടെ അവിടെ നിന്ന് പതുക്കെ നടന്നു വരും നമ്മുടെ രാമൂട്ടി മാഷ്. അത് ഞങ്ങളുടെ റിലേഷൻ കൂടിയാണ്. പക്ഷെ ഞങ്ങളതുവരെ ആരും കണ്ടില്ല. എല്ലാം അടുത്തെത്തിയപ്പോഴാണ് അയ്യോ മാഷ്. അപ്പം എല്ലാവരും ഇങ്ങനെ താഴിട്ടു ഇവിടെ നിൽക്കുകയാണ്. അപ്പം ആദ്യം എന്നെയും കണ്ടില്ല, ഞാൻ ഫ്രണ്ടിലായിരുന്നു. ഇതെല്ലാം തന്നെ എന്നെ പറയാ, ഓ നമ്മളും ഉണ്ടോ ഇതിൻ്റെ ഉള്ളിൽ എന്ന്. എന്താ വീട്ടിൽ ഭക്ഷണമൊന്നും കഴിക്കാൻ കിട്ടില്ല എന്നാ വെച്ചത്. നിവൃത്തിയില്ല, നമ്മുടെ കുറച്ച് വിക്രസങ്ങളും വികൃതികളെന്ന് വിചാരിക്കാം. പക്ഷേ വീട്ടിലെത്തിച്ചല്ലോ വിവരം. അതൊന്ന് നന്ദി അറിയിക്കുന്നു. എന്നാലും അല്ല ഇനിയിപ്പോൾ പറഞ്ഞാലും കുഴപ്പമില്ല. താങ്ക്സ്. ഞാൻ ഉണ്ണികൃഷ്ണൻ, പുഞ്ചപ്പാടത്ത് നിന്ന് വരുന്നു. തിരുപ്പൂരാണ് ഇപ്പോൾ വർക്ക് ചെയ്യണത്. 2 കുട്ടികളാണ്. മൂത്ത ആള് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടാമത്തെ ആള് വന്നിട്ട് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പിന്നെ എല്ലാവരും പറയുമ്പോൾ ഒരു ചെറിയ അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. ഞങ്ങളിവിടെ ഒരു 6-7 പേര് കുറച്ച് മാങ്ങ പറിക്കുന്ന പരിപാടിയൊക്കെ ആയിട്ട് അവിടെ പഴയ കുട്ടികളുടെ ആൺകുട്ടികളുടെ മൂത്രപ്പുര അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കല്ലെടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ അപ്പുറത്ത് തൊടി കയറി കല്ലെടുത്തിടുകയായിരുന്നു. അപ്പോൾ രാമട്ടി പക്ഷിൻ്റെ പിന്നിലേക്ക് കയ്യും കെട്ടിയിട്ട് ഞങ്ങളുടെ ഇടയിൽ ഇങ്ങനെ വന്നിട്ട് ഓടിച്ചപ്പോഴേക്കും എല്ലാവരും ഓടിപ്പോയി. അപ്പോൾ സംഭവത്തിൽ ഞാൻ മാത്രം ലാസ്റ്റായി. അപ്പോൾ മാഷ എന്നെ വിളിച്ചു ഡോന്ന്. അപ്പം ഞാൻ വിചാരിച്ചത് ഈ അജിയോ പ്രശാന്തോ അല്ലെങ്കിൽ സുരേഷ് ഈ പറഞ്ഞവരൊക്കെ ഉണ്ടായിരുന്നു. ഇവരാരെങ്കിലൊക്കെ നിൽക്കണോ 2 കല്ലും കൂടി നിൽക്കണ്ടായിരുന്നു. ഈ കല്ലെടുത്തിട്ടത് മാഷയുടെ മുമ്പിലേക്ക്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല മാഷോട് പറഞ്ഞത്. ഇന്നും അതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കാനായിട്ട് അത്ര. എല്ലാവരും നമസ്കാരം. എൻ്റെ പേര് കെ മോഹനൻ, പുഞ്ചപ്പാടം. 10 ബീഗറാണ്. 5ാം ക്ലാസ് വരെ ഞാൻ ഇവിടെ ഉണ്ട്. പിന്നെ സംസ്കൃതമായിരുന്നു പഠിച്ചിരുന്നത്. അതൊരു വലിയ തെറ്റാതെ പുള്ളിക്കാരത്തെ എനിക്ക് ബോധ്യമായി. അപ്പം വേണ്ടാത്ത പണി, കാരണം വീട്ടിലെല്ലാവരും മലയാളക്കാരാണ്. അപ്പോൾ എന്നെ അത് വഴിതിരിച്ചിട്ടാണ്. അപ്പോൾ 7ാം ക്ലാസ് വരെ ആരും കുറ്റം പറയണോ, സന്തോഷം കൂടെ പറയണം. ശാരദ ടീച്ചർ എടുത്തിരുന്നത് ഒരു സ്കെയിലായിട്ട് വരും. വന്നുള്ള തരണം കൊത്ത്
കൊത്തലോ കൊത്ത്, ഓരോ പരീക്ഷയ്ക്കും 10 അപ്പൊ ഞാൻ നോക്കുന്നു ഏത് പൂജ ചെറുത്, ഏത് പൂജ വലുത്. അങ്ങനെ പഠിച്ചു 8ാം ക്ലാസ്സിലെത്തി. 8ൽ 9 എന്നെ സംസ്കൃതം പഠിപ്പിച്ചത് മേദിനി ടീച്ചറായിരുന്നു. മേദിനി ടീച്ചർ എന്ന് പറഞ്ഞില്ല, അതിന് സങ്കടമുണ്ട്. പക്ഷെ ആ ടീച്ചർ പഠിപ്പിച്ച വെറുതെ എനിക്ക് 50 കിട്ടിയെന്ന് പറഞ്ഞപ്പോ ഇവിടെ ആരും വിശ്വസിക്കില്ല. അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രാമദോഷത്തിന് ഒന്നും പറയും. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഞാനും അജിയും കൂടി അടുത്തടുത്ത് ഇരുന്നു. അപ്പോ അല്ല അജി ഓർമ്മ, ഞാൻ സിനിമ കമ്പക്കാരാണ്. ആഴ്ചയിൽ എൻ്റെ പണി അതാണ്. സ്കൂൾ വിട്ട് ഞാൻ സിനിമ തിയേറ്ററിൽ പോവാ. നല്ല സിനിമ മമ്മൂട്ടി ഫാനാണ്. മമ്മൂട്ടിയായിട്ട് ഇപ്പോൾ അഭിനയിച്ച് കാണിക്കുക, നല്ല പരിപാടിയാണ്. പിന്നുള്ള അന്ന് ഈ വ്യാഴാഴ്ച ദിവസങ്ങളിൽ മംഗളം മനോരമയൊക്കെ വരും. ഈ പീടിയൊക്കെ നിങ്ങളെ തൂക്കിയിട്ടുണ്ടാവും. അപ്പൊ എനിക്ക് നിങ്ങളെ പോലെ പഠിച്ച് ഡോക്ടറാവണം, എഞ്ചിനീയർ ആവണം ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ സ്കൂളിൽ പോയി നേരെ പോയിരുന്നു മംഗളം വാങ്ങിക്കാനായിരുന്നു, മനോരമ വാങ്ങിക്കാനായിരുന്നു. അതോടുകൂടി എൻ്റെ ഭാഗ്യം പോയി. അപ്പൊ അതിന്റെ കഥയൊക്കെ ഞാൻ ഇവിടെ ഒന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. എന്റെ കൂട്ടുകാരനെ ചോദിക്കും, അജി ചോദിക്കും, പൂമ്പച്ച വായിച്ചോ, ബാലരമ വായിച്ചോ? ആ ബാലരമ വായിച്ചു. ഒരു ദിവസം രാമദോഷമില്ല, എടാ ബാലരമ ഡിങ്കിന്റെ കഥന്നു ലുട്ടാപ്പിയുടെ മതി. അപ്പൊ ലുട്ടാപ്പി കുട്ടൂസന്റെയും ഡാഗിന്റെ കഥയൊക്കെ പറഞ്ഞ് ഗംഭീരമായിട്ടിരിക്കുക. അവൻ ചിരിച്ചിട്ട് അടി ഡെസ്കിൽ ആരെ രാമദോഷം ഗംഭീരമായിട്ട് കണക്ക് പഠിപ്പിക്കാറ്. എന്താ ഞാൻ എടുത്തു വരും സാറ ലുട്ടാപ്പിയാ ലുട്ടാപ്പി നല്ല സിനിമ മാറി ഇപ്പൊ ഒരു വടക്കൻ വീര ഗാഥയാണ്. എവിടുന്ന് ശരി. എൻ്റെ ഒരു ബാബു BP 10,000 പഠിച്ചിരുന്നു. കാട്ടുകുളം തന്നെയാണ് വീട്. 2 കുട്ടികൾ, മൂത്താള് 3ൽ പഠിക്കുന്നു, മറ്റേയാൾക്ക് 2 വയസ്സായിട്ടുള്ളൂ. 43 വർഷങ്ങൾക്ക് മുൻപ് 200 കിലോമീറ്ററുകൾക്കപ്പുറത്തു നിന്നും ഈ മണ്ണിലേക്ക് കുടിയേറി പാർത്ത ഒരു കർഷക കുടുംബത്തിൽപ്പെട്ട ക്രിസ്ത്യൻ സമുദായത്തിൽ പിറന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ പേര് വിനു വർഗീസ്. ഈ 43 വർഷം ഞാൻ ഈ മണ്ണിനെ സ്നേഹിച്ചു. മണ്ണിനെ സ്നേഹിച്ചപ്പോൾ മണ്ണെന്നെ സ്നേഹിച്ചു. മണ്ണെനിക്ക് ഫലങ്ങളും നൽകി. എന്നിട്ടും ആരൊക്കെയോ പല ഘട്ടത്തിലും ഇത് നിന്റെ നാടല്ല എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് വേദന തോന്നി. ഈ സ്കൂളിന് മുൻവശത്ത് കൂടെ പോകുന്ന ഒരു ബസ്സിൽ ഞാൻ കണ്ടക്ടറായിട്ട് ജോലി ചെയ്തിരുന്നു. പൂക്കോട്ടുകാവിലുള്ള ഒരു സുഹൃത്ത് നല്ല തിരക്കുള്ള ഒരു ദിവസം എന്നോട്, അദ്ദേഹം മദ്യപിച്ചിരുന്നു, എന്നോട് വളരെ മോശമായി പെരുമാറി. അദ്ദേഹം ഇത് നിന്റെ നാടല്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് വേദന തോന്നി. ഇന്ന് അനുജ, അതിനുശേഷമാണ് അനുജ എന്നെ വിളിക്കുകയും ഇന്ന് ഈ സ്നേഹത്തിന്റെ കൂട്ടായ്മയിൽ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എന്തോ എനിക്കൊരു ഊർജം ലഭിക്കുന്നു. എനിക്കിവിടെ ആരൊക്കെയോ ഉണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഞാൻ മരിച്ച് നാളെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എൻ്റെ ദൈവം എന്നോട് ചോദിക്കും, വിനു, നിനക്ക് അടുത്ത ജന്മം എവിടെയാണ് ജീവിക്കേണ്ടത്? ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ ക്രിസ്ത്യാനികളുടെ നഗരമായ റോമിലോ? ഞാൻ പറയും, ഇവിടെ ഈ മണ്ണില് ഈ ഗുരുനാഥന്മാരുടെ കീഴില് എൻ്റെ ഈ സുഹൃത്തുക്കളോടൊപ്പം ഈ മണ്ണിൽ ജീവിക്കാനാണ് എനിക്ക് ഇഷ്ടമെന്ന് പറയും. താങ്ക് യു. ഞാൻ ഗോപാലകൃഷ്ണൻ, പൂക്കുട്ടിയാവുന്ന വരുന്നു. 10ഡിയിലായിരുന്നു പഠിച്ചിരുന്നത്. ഒരു മകൻ ആകാശ് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ഞാൻ നാട്ടിൽ ബിൽഡിംഗ് വർക്കായി ബന്ധപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത്. അത്ര. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രമേശൻ കുളക്കുഴി, തലയണക്കാടിൽ നിന്ന് വരുന്നു. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ഗോവയിലാണ്. വൈഫ്, 2 പിള്ളേർ. ഒരാൾ അഭിജിത്ത് 10th പഠിക്കുന്നു, മോള് 6th പഠിക്കുന്നു. എൻ്റെ പേര് സുന്ദരൻ, 10ഡിയിലാണ് പഠിച്ചിരുന്നത്. തലയണക്കാടാണ് വീട്. 2 മക്കളുണ്ട്, ഇവിടെ പഠിക്കുന്നുണ്ട്. മാഷ് നോക്കുന്നുണ്ട്. മാഷ് വീടിൻ്റെ അടുത്താണ് വീട്. ഇത് കഴിഞ്ഞിട്ട് മാഷ് പ്രത്യേകിച്ചത് കാണുന്നുണ്ട്. 2 മക്കളാണ്. 2 ഇവിടെ പഠിക്കുന്നു. ഒരാൾ 5ലും ഒരാൾ 10ലും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മനോജ്, കുഞ്ചപ്പാടത്ത് നിന്ന്. 3 മക്കളാണ് എനിക്കുള്ളത്. മൂത്താൾ 4ൽ പഠിക്കുന്നു, കേശവ സെൻട്രൽ സ്കൂളിൽ. താഴെ ടെൻസാണ്, താനിക്കുന്ന് LP സ്കൂളിൽ പഠിക്കുന്നു. ഭാര്യ വിദ്യ, ഹൗസ് വൈഫ്. ഈ ചടങ്ങിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. പ്രത്യേകിച്ച് അനുജ, സഞ്ജീവ്, പിന്നെ മറ്റുള്ള എല്ലാവർക്കും നന്ദി. നമസ്കാരം.
എൻ്റെ പേര് ബാലസുബ്രഹ്മണ്യൻ. ഞാൻ 10 A ക്ലാസ്സിലായിരുന്നു പഠിച്ചിരുന്നത്. നമ്മുടെ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം അത് സംഘടിപ്പിച്ച സംഘാടക സമിതിക്ക് ആദ്യമായിട്ട് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ആദരണീയന്മാരായ ഗുരുക്കന്മാർ, നമ്മെ വിട്ടുപിരിഞ്ഞു പോയ ഗുരുക്കന്മാർ, അതുപോലെ തന്നെ നമ്മളെ വിട്ടുപിരിഞ്ഞ നമ്മുടെ സുഹൃത്തുക്കൾ, അവരെല്ലാം നമ്മൾ ഈ അവസരത്തിൽ ഓർമ്മിക്കാനും ഓർമ്മ പുതുക്കുന്നതിനും നമുക്ക് കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ 27 വർഷത്തിനിടയിൽ നമുക്ക് പല ആളുകളെയും കാണാൻ കഴിഞ്ഞില്ല, ചിലരത് കണ്ടാൽ മനസ്സിലാവുന്നില്ല. ഇന്ന് രാവിലെ ഞാൻ പുഞ്ചപ്പാടത്തുനിന്ന് രാമട്ടി മാഷ് വന്ന് ഇറങ്ങിയപ്പോൾ മാഷോട് സംസാരിക്കാൻ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ മാഷ് വണ്ടി എടുത്തിട്ട് നേരെ കടമ്പിളിപ്പുറം ഭാഗത്തേക്ക് പോയി. അത് മാഷെ കണ്ടതിന് വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പത്മനാഭ മാഷ്, അതുപോലെ ടീച്ചർമാർ, ഞാൻ ഈ സ്കൂളിൽ ഇടയ്ക്ക് വരാറുണ്ട്. കാരണം എനിക്ക് 2 മക്കളാണുള്ളത്, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. അതിലെ ആൺകുട്ടി ഇവിടെ 8 സീഡാണ്, ഈ ഹാളിലാണ്. മകള് +2 ശ്രീഷാന ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അത്യാവശ്യം നന്നായിട്ട് പഠിക്കും. മോഹൻ ലേശം മോശമാണെങ്കിലും മകള് നന്നായിട്ട് പഠിക്കും. പിന്നെ വൈഫ് ആശാ വർക്കറാണ്. പിന്നെ എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് കാണുന്നതാണ് രഞ്ജിനി. എൻ്റെ ബാച്ചിലർ പഠിച്ചത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഇനി നമുക്കൊന്നിച്ചിട്ട് എല്ലാവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടാലാണ്